ഹലോ എല്ലാവർക്കും ഷാനീഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് സോയാബീൻ എങ്ങനെ ആക്കുന്നതെന്നാട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാൻ വെക്കുന്ന ഒരു രീതിയാണ്. ആദ്യം തന്നെ സോയാബീൻ എടുത്ത് നല്ലപോലെ കഴുകി ചൂട് വെള്ളത്തിലിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാമേ. ഇത് നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം ഇതിൻ്റെ വെള്ളം തോർന്നു പോകാനായിട്ട് വെക്കാം കേട്ടോ. വെള്ളം അത്യാവശ്യം തോർന്ന് കഴിയുമ്പോൾ സോയാബീൻ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളവും കൂടി കളഞ്ഞെടുക്കണേ. എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ അരിപ്പപാത്രത്തിൽ എന്തെങ്കിലും വെള്ളം പോകാനുണ്ടെങ്കിൽ വെക്കാവേ. ആ സമയത്തിന് നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് സവോള എല്ലാം അരിഞ്ഞ് വഴറ്റി നമുക്ക് എന്തൊക്കെ മസാല ഇട്ട് കൊടുക്കാം അതെല്ലാം ഇട്ട് കൊടുക്കാട്ടെ. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, അത്യാവശ്യം എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ടായേ. ഉപ്പ് മാത്രം ഇടുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടുണ്ടോ, കാരണം നമ്മൾ ആദ്യം വേവിച്ചെടുത്തപ്പോൾ ഉപ്പിട്ടിട്ടായിരുന്നു വേവിച്ചെടുത്തത്. അപ്പോൾ സോയാബീനിൽ ആവശ്യത്തിന് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി നമ്മുടെ ഇഷ്ടത്തിന് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതിന് ശേഷം കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി നന്നായിട്ട് വഴറ്റി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ഒരു പാത്രം വെച്ച് അടച്ച് വെക്കാവേ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ള സോയാബീൻ കിട്ടും. ഞാൻ എല്ലാ പ്രാവശ്യം ഓരോരോ രീതിയിലാട്ടോ സോയാബീൻ വെക്കാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. താങ്ക്